വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച പോളിന് അന്ത്യാഞ്ജലി അർപ്പിച്ച ജന്മനാട് പൊതുദർശനത്തിനിടെ പുൽപ്പള്ളിയിൽ ജനങ്ങളുടെ പ്രതിഷേധം. പോളിന്റെ ഭാര്യയ്ക്ക് സർക്കാർ ജോലിയും കുടുംബത്തിന് 10 ലക്ഷം രൂപ അടിയന്തര ധനസഹായവും പ്രഖ്യാപിച്ചു. 50 ലക്ഷം രൂപ ധനസഹായം നൽകാൻ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം സർക്കാരിനോട് ശുപാർശ ചെയ്തു. വയനാട്ടിലെ ചാലികതയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ അജി കൊല്ലപ്പെട്ട് ഒരാഴ്ച തികയും മുൻപാണ് പോളിന്റെ ജീവനും മറ്റൊരു കാട്ടാന കവർന്നെടുത്തത്. വനസംരക്ഷണ സമിതി ജീവനക്കാരനായിരുന്നു മരിച്ച പോൾ. വെള്ളിയാഴ്ച കുറുവ ദ്വീപിലേക്കുള്ള വനപാതയിൽ വെച്ചാണ് ജോലിക്കിടെ പോളിനെ ആന ആക്രമിച്ചത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പോളിന്റെ മൃതദേഹം പുൽപ്പള്ളിയിൽ എത്തിച്ചപ്പോൾ വലിയ വൈകാരിക പ്രതിഷേധമാണ് ജനങ്ങളിൽ നിന്ന് ഉയർന്നത്. ജനങ്ങളുടെ പ്രതിഷേധം അക്രമാസക്തമായി. വനംവകുപ്പിന്റെ ജീപ്പ് നാട്ടുകാർ ആക്രമിച്ചു. ടയറിന്റെ കാറ്റ് തുറന്നുവിട്ടു. മേൽമൂടി വലിച്ചു കീറി. തുടർന്ന് പോലീസ് ചെറിയ തോതിൽ ലാത്തിച്ചാർജ് നടത്തി. അതേസമയം മരിച്ച പോളിന്റെ ബന്ധുക്കൾക്ക് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും. ഭാര്യയ്ക്ക് ജോലി നൽകാനും സർക്കാർ തീരുമാനിച്ചതായി കളക്ടർ എ രേണുരാജ് അറിയിച്ചു. വയനാട്ടിലെ വിഷയങ്ങളെ രാഷ്ട്രീയ നേട്ടത്തിനായി ആരും ഉപയോഗിക്കരുതെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ ആവശ്യപ്പെട്ടു. വയനാട്ടിലേക്ക് മന്ത്രിതല സമിതിയുടെ സന്ദർശനം ഉടൻ ഉണ്ടാവുമെന്നും വനമന്ത്രി അറിയിച്ചു. കൈരളി ന്യൂസ്, വയനാട്. പോളിനെ കൊലപ്പെടുത്തിയ ആനയെ ആവശ്യമെങ്കിൽ മയക്ക് വെടിവെച്ച് പിടികൂടാനും കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ തീരുമാനമായി. ഇതിനിടെ പുൽപ്പള്ളിയിൽ ജനങ്ങളുടെ പ്രതിഷേധം സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങി. 3 പേർ അടങ്ങുന്ന മന്ത്രിതല സംഘം വയനാട്ടിലെത്തും. ഇതിനിടെ വയനാട് ADM പോളിന്റെ വീട്ടിലെത്തി ബന്ധുക്കളെ കണ്ടു. നഷ്ടപരിഹാര തുകയിൽ 10 ലക്ഷം ഇന്ന് തന്നെ നൽകുമെന്ന് ADM. അതേസമയം സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പുൽപ്പള്ളിയിൽ ഇന്നും നാളെയും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി അനൂപ് ചേരുകയാണ്. അനൂപ്, ഇപ്പോൾ മരിച്ച പോളിന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായോ? നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? മരിച്ച പോളിന്റെ സംസ്കാര ചടങ്ങുകൾക്കായി ഇവിടെ പ്രാർത്ഥനകൾക്കും മറ്റും ശേഷം ഇപ്പോൾ മൃതദേഹം വീണ്ടും ഇപ്പോൾ ആനപ്പാറ, അതായത് പോളിന്റെ വീട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു 8 കിലോമീറ്റർ അകലെയുള്ള സെന്റ് ജോർജ് സിംഹാസന പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അല്പസമയത്തിനകം സംസ്കാര ചടങ്ങുകൾ ഈ ആനപ്പാറയിലെ പള്ളി സെമിത്തേരിയിൽ വെച്ച് നടക്കും. ഇവിടെ ഇപ്പോൾ നേരത്തെ ADM എത്തി ഈ വീട്ടുകാരുമായി ചർച്ച നടത്തിയാണ് ഇവിടെ ഉണ്ടായിരുന്ന പ്രതിഷേധം അവസാനിച്ചത്. അതിൽ പ്രധാനം ആ സമര സ്ഥലത്ത് വെച്ച് നടത്തിയ തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ ഒരു രേഖാമൂലമുള്ള അല്ലെങ്കിൽ ഒരു ഉത്തരവിന്റെ രൂപത്തിൽ അത് നൽകണം എന്നായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. കുടുംബത്തിന്റെ, അദ്ദേഹത്തിന്റെ സഹോദരൻ ഫാദർ കുര്യാക്കോസ് ഉൾപ്പെടെ ആ ഒരു ആവശ്യമാണ് ഉന്നയിച്ചത്. ആ ഉന്നയിച്ച ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ADM നേരിട്ട് തന്നെ സ്ഥലത്തെത്തുകയും ഈ യോഗ തീരുമാനങ്ങൾ നേരിട്ട് വിശദീകരിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നടന്നുവന്ന പ്രതിഷേധങ്ങൾ അവസാനിച്ചത്. വലിയ തോതിലുള്ള സംഘർഷം ഇവിടെയും പ്രതിഷേധക്കാരിൽ നിന്നുണ്ടായിരുന്നു. ADM എത്തിയതിനു ശേഷം 5 ലക്ഷം രൂപ നൽകാമെന്നായിരുന്നു പറഞ്ഞത്. എന്നാൽ നാട്ടുകാർ അത് വീണ്ടും ബഹളം വെക്കുകയും മറ്റും ചെയ്തതിനെ തുടർന്ന് 10 ലക്ഷം രൂപ ഉടൻ നൽകാൻ തീരുമാനമുണ്ടായി. അതിനുശേഷമാണ് മൃതദേഹം ആംബുലൻസിൽ നിന്ന് ഇറക്കുകയും സംസ്കാര ശുശ്രൂഷ ചടങ്ങുകൾ വീട്ടിൽ നടന്നത്. പള്ളി വികാരിയെല്ലാം അതിന് നേതൃത്വം നൽകി. ഏതായാലും ഇനി സംസ്കാര ചടങ്ങുകളാണ്. അങ്ങനെ കൊല്ലപ്പെട്ട കുറുവായിലെ താൽക്കാലിക വനവകുപ്പ് ജീവനക്കാരന്റെ ഭൗതിക ശരീരം ഇപ്പോൾ ആനപ്പാറയിലെ സെന്റ് ജോർജ് സിംഹാസന പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ് ആംബുലൻസിൽ. അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതേസമയം നാളെ രാഹുൽ ഗാന്ധി MP ഉൾപ്പെടെ ഈ സ്ഥലത്തേക്ക് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം മറ്റ് നേതാക്കളും ഈ സ്ഥലത്തേക്ക് എത്തും. ഈ വലിയൊരു പ്രതിഷേധമാണ് ഇന്ന് പൊതുവിൽ വയനാട്ടിൽ കണ്ടത്. പ്രത്യേകിച്ച് പുൽപ്പള്ളിയിലെല്ലാം വലിയ സംഘർഷത്തിലേക്ക് അത് നീങ്ങിയിരുന്നു. പോലീസിനെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടെ തടഞ്ഞു വെക്കുകയും ആക്രമിക്കുകയും MLA-മാരെ ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന വിധത്തിലേക്ക് പ്രതിഷേധങ്ങൾ നീങ്ങിയിരുന്നു. ഏതായാലും ആ ഒരു സംഘർഷ സാധ്യതയും അല്ലെങ്കിൽ സംഘർഷത്തിനുള്ള ഒരു സംഘർഷഭരിതമായിട്ടുള്ളൊരു സാഹചര്യവും ഇപ്പോൾ ഒന്ന് അയഞ്ഞിട്ടുണ്ട്. ഇന്നും നാളെയും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പുൽപ്പള്ളിയിൽ. കൂടുതൽ പോലീസിനെ ഉൾപ്പെടെ സുരക്ഷയ്ക്കായി ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾക്കും മറ്റും ഒരു അയവ് വന്നിട്ടുണ്ടെങ്കിലും ആ രീതിയിലുള്ള മുൻകരുതലുകൾ സർക്കാർ തലത്തിൽ നടത്തുന്നുണ്ട്. പോലീസിന്റെ ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഈ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസം ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെ ഭൗതിക ശരീരം ഇന്ന് രാവിലെയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് പുൽപ്പള്ളിയിലേക്ക് എത്തിച്ചത്. ശരി, അനൂപാണ് വിശദാംശങ്ങൾ നൽകിയത്.